ജമ്മുകാശ്മീരിലെ പഹൽഗാമിലെ ബൈസരനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കൂടാതെ രാജസ്ഥാൻ, തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത്. ട്രക്കിങ്ങിന് മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മേഖല സുരക്ഷാ സേനയുടെ വലയത്തിലാണ്. വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണമുണ്ടായത്. സമീപകാലത്ത് ഏറ്റവും ദുരന്തം വിതച്ച ഭീകരാക്രമണമാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായത്. 28 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സഞ്ചാരികൾ. പരിക്കേറ്റ 12 പേരെ അനന്ത്നാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമണം നടത്തിയത് 7 ഭീകരരുടെ സംഘമാണെന്ന് സുരക്ഷാ സേന വ്യക്തമാക്കി. വെടിയൊച്ച മുഴങ്ങിയതോടെ വിനോദസഞ്ചാരികൾ നാലുപാടും ചിതറിയോടി. പക്ഷേ വിശാലമായ പുൽമേട്ടിൽ ഒളിച്ചിരിക്കാൻ ഇടമില്ലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. തൊട്ടടുത്ത് നിന്ന് വെടിവെച്ചതുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയും ഉയർന്നത്. പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ബൈസരാൻ പുൽമേട്. ഇവിടേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ വരാൻ കഴിയൂ. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പുൽമേട്ടിലേക്ക് എത്തിയ ഭീകരർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർക്കും കുതിരസവാരി നടത്തുന്നവർക്കും നേരെ തുരുതുര നിറയൊഴിക്കുകയായിരുന്നു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തി. ഷാ ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ആക്രമണമുണ്ടായ സ്ഥലത്തെത്തി. അമിത്ഷാ സംസ്ഥാന സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ ആഭ്യന്തരമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുന്നുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക സംഘവും സൈന്യത്തിന്റെ വടക്ക് മേഖലാ കമാൻഡറും ഇന്ന് പഹൽഗാമിലെത്തും. സൗദി സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സ്ഥിതിഗതികൾ ആഭ്യന്തരമന്ത്രി ചർച്ച ചെയ്തു. സ്ഥിതിഗതികൾ വിലയിരുത്തി ഉചിത നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിരോധിത പാക് ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണിത്. കൊല്ലപ്പെട്ട 26 പേരിൽ 2 വിദേശികളും 2 കശ്മീരികളും ഉൾപ്പെടുന്നു. അന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുകയാണ്. അതേസമയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് അനന്ത്നാഗ് പോലീസ് കൺട്രോൾ റൂമിൽ തുറന്നിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിനായി കശ്മീരിലേക്ക് പോയ കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള 3 ജഡ്ജിമാർ സുരക്ഷിതരെന്ന് വിവരം ലഭിച്ചു. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, അനിൽ K നരേന്ദ്രൻ, G ഗിരീഷ് എന്നിവരാണ് കശ്മീരിലുള്ളത്. ടൂറിസ്റ്റുകളായി കർണാടകയിൽ നിന്ന് 12 പേർ ഉണ്ടായിരുന്നു. ഒരേ സംഘത്തിലുള്ളവരല്ല ഇവരെന്നാണ് റിപ്പോർട്ട്. കുടുംബമായിട്ടാണ് കൊല്ലപ്പെട്ട കർണാടക സ്വദേശി മഞ്ജുനാഥ റാവു എത്തിയത്.